ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, കാർ ഓടിക്കാൻ പഠിക്കുന്നവർക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഒരുപാട് ഗുണം ചെയ്യും. കാരണം വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളുണ്ട്. ഒരു വാഹനം പതിയെ ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഒരുപാട് ഐഡിയ ഇല്ല. പല ആൾക്കാർക്കും ഹാഫ് ക്ലച്ച് എങ്ങനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അതുപോലെ തന്നെ എന്താണ് ഫുൾ ക്ലച്ച്, എന്താണ് ഹാഫ് ക്ലച്ച്, ഇനി വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന അവസരങ്ങളിൽ എപ്പോഴൊക്കെ നമ്മൾ ക്ലച്ചിൽ കാലെടുത്ത് വെച്ച് ക്ലച്ച് യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പ്രാക്ടിക്കലായിട്ട് വണ്ടി ഓടിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ടൂ വീലർ അല്ലെങ്കിൽ സൈക്കിളൊക്കെ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ബാലൻസ് ചെയ്യുന്നത് ഹാൻഡിൽ ബാലൻസ് ആണ്. ഹാൻഡിൽ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആവറേജ് നല്ല രീതിയിൽ തന്നെ നമുക്കൊരു ടൂ വീലർ അല്ലെങ്കിൽ സൈക്കിൾ നമുക്ക് ഓടിക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രധാനമായിട്ട് ബാലൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ലച്ച് കൺട്രോളിങ്. ഇനി എന്താണ് ക്ലച്ച് എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. അതിനു മുന്നേ നിങ്ങൾ എഞ്ചിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുക. എഞ്ചിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ലോഡ് എടുക്കാനായിട്ട് കഴിയത്തില്ല. ഇത് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അതിനുവേണ്ടി ഈ ഒരു ഭാഗത്തായിട്ട് ഞാനിത് ഒരു എഞ്ചിൻ്റെ ഇമേജ് കൊടുക്കുന്നു. തൊട്ട് ചേർന്ന് ക്ലച്ച്, മൂന്നാമതായിട്ട് ഗിയർ ബോക്സ്, നാലാമതായിട്ട് വീലുകൾ. ഇതാണ് ഒരു വാഹനത്തിൻ്റെ പ്രവർത്തിക്കുന്ന ഒരു രീതി. വാഹനത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എഞ്ചിനിൽ നിന്ന് വരുന്ന പവറും ടോർക്കും ഗിയർ ബോക്സ് വഴി വീലുകളിൽ എത്തുമ്പോഴാണ് ഒരു വാഹനം റൺ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും എഞ്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും ഇടയിൽ ക്ലച്ച് പ്രവർത്തിക്കുന്നത്? എഞ്ചിന് ഒറ്റയടിക്ക് ലോഡ് എടുക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് എഞ്ചിനിൽ നിന്ന് വരുന്ന പവറിനെയും ടോർക്കിനെയും പതിയെ ഗിയർ ബോക്സ് വഴി വീലുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കടമയാണ് ക്ലച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് പതിയെ കാലയച്ച് ഒരു വാഹനത്തെ മൂവ് ആക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒറ്റയടിക്ക് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ അത്രയും വെയിറ്റുള്ള ഒരു വാഹനത്തെ മൂവ് ആക്കാനായിട്ട് എഞ്ചിന് കഴിയാതെ വരുന്ന സമയത്താണ് പെട്ടെന്ന് എഞ്ചിൻ ഇടിച്ച് വണ്ടി ഓഫായി പോകുന്നത്. ഇനി നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടത്തെ കാല് ക്ലച്ചിൽ എങ്ങനെ ബാലൻസ് ചെയ്യാം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലർക്കും ക്ലച്ചിൻ്റെ ഉപയോഗം അറിയാമെങ്കിൽ പോലും ക്ലച്ച് ഇടത്തെ കാല് വെച്ച് ബാലൻസ് ചെയ്യാനായിട്ട് പലർക്കും അറിയത്തില്ല. അപ്പോൾ ഇതിന് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇടത്തെ കാല് ഫ്രീ ആയിട്ട് വെക്കുക. അതായത് ഒരു കാരണവശാലും കാലിൻ്റെ എൻഡ് നിങ്ങളിവിടെ വെറുതെ ഇങ്ങനെ ഒരു റെസ്റ്റിനായിട്ട് കാലിൻ്റെ ഈ ഒരു ഉപ്പൂറ്റി ഇവിടെ കുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇടത്തെ കാല് ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ഇങ്ങനെ ക്ലച്ച് ചവിട്ടുക. ക്ലച്ചിൽ നിന്ന് കാലയച്ച് നമുക്ക് വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒരു നിരപ്പ് റോഡിൽ ഇത്തരത്തിൽ വാഹനം ഇട്ടതിന് ശേഷം ക്ലച്ചിൽ നിന്ന് പതിയെ കാലയക്കുക. ഇത് ഇങ്ങനെ കാലിൻ്റെ എൻ്റെ ഇവിടെ കുത്തരുത്, ജസ്റ്റ് പതുക്കെ ഇങ്ങനെ അയക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഹാഫ് ക്ലച്ചിൽ എത്തുമ്പോൾ വണ്ടി മെല്ലെ നീങ്ങുന്ന ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ പിന്നെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഹാഫ് ക്ലച്ചിലാണ് നിൽക്കുന്നത്. ഈ പോയിന്റിൽ എത്തുമ്പോൾ, അതായത് വാഹനം മുന്നോട്ട് നീങ്ങുന്ന ക്ലച്ചിൽ നിന്ന് കാലയച്ച് വരുന്ന ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ പിന്നെ വളരെ ശ്രദ്ധയോടെ പതുക്കെ കാലയക്കും. ഇതേ വണ്ടി നമുക്ക് ഇങ്ങനെ മുന്നോട്ട് നീക്കാം. ഇനി വണ്ടി നിർത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ കട്ട് ഓഫ് ചെയ്യാനായിട്ട് ക്ലച്ച് ഔട്ടുന്നു, ഒപ്പം നമ്മൾ ബ്രേക്കിലേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് വാഹനം നിർത്താം. ഇങ്ങനെ ഒരു നിരപ്പ് റോഡിൽ നിങ്ങൾ വാഹനം നിർത്തിയെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമാണ്, എന്താണ് ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പല ആൾക്കാരും ചോദിച്ചു. ബൈറ്റിംഗ് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് വരുന്ന സമയത്ത് വണ്ടി മൂവ് ആകുന്ന ആ ഒരു പൊസിഷനില്ലേ, ആദ്യത്തെ ഒരു പൊസിഷനിൽ വാഹനത്തിന് ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാകും. വാഹനം മുന്നോട്ട് പോകാനായിട്ട് നിൽക്കുന്നു, വീണ്ടും നമ്മൾ പതിയെ ക്ലച്ച് നയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഓഫായി പോകുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഏകദേശം ആ ഒരു പോയിന്റിൽ ഒരു വൈബ്രേഷൻ വരും. അതിനെയാണ് നമ്മൾ ബൈറ്റിംഗ് പോയിന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബൈറ്റിംഗ് പോയിന്റ് നമ്മൾ ആദ്യം കണ്ടെത്തുക. അതിന് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് പതിയെ കാലയക്കുക, ബ്രേക്കിൽ ഇങ്ങനെ കാല് വെച്ച്. ഇപ്പോൾ ഏകദേശം ആ ഒരു ബൈറ്റിംഗ് പോയിന്റിലേക്ക് വണ്ടി വന്നു. വണ്ടി കൃത്യമായിട്ട് വൈബ്രേഷനിൽ വന്നാൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്ക് പെഡലേന്ന് കാലെടുത്തിട്ട് ആക്സിലേഷൻ കുറച്ച് മുന്നോട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഓക്കെ, ആക്സിലേഷൻ ഇങ്ങോട്ട് മുന്നോട്ട് കൊടുക്കുക. എന്നിട്ട് ആ ബൈറ്റിംഗ് പോയിന്റ് നിലനിർത്തിയിട്ട്
പതിയെ ക്ലച്ച് എന്ന് അയക്കുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുക്കുക. അതായത് ആ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് പതുക്കെ ക്ലച്ച് എന്ന് പതിയെ കാലയ്ക്ക് ഒപ്പം നമ്മളിവിടെ വലത്തെ കാല് ഉപയോഗിച്ച് ആക്സിലേഷൻ മുന്നോട്ടും കൊടുക്കുക. മുന്നോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വാഹനത്തെ മുന്നോട്ടെടുക്കാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഒരു വാഹനത്തിൻ്റെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് പതിയെ വാഹനത്തെ നമുക്ക് ഓടിക്കാൻ കഴിയുന്നത്, അതും കൂടെ നിങ്ങളെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങളിത് ഇങ്ങനെ ക്ലച്ചിലേക്ക് കാലെടുത്ത് ആദ്യം വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ആ ബൈറ്റിംഗ് പോയിന്റിലേക്ക് കാല് താക്കുക. അതായത് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിച്ചല്ലോ, ആ ബൈറ്റിംഗ് പോയിന്റിലേക്ക് ഇതിങ്ങനെ താക്കുക. ഇപ്പം ഞാൻ ബൈറ്റിംഗ് പോയിന്റിലേക്ക് എത്തി, ഇത് താത്ത് പിടിച്ചു. അതിനുശേഷം നമ്മൾ ആക്സിലേഷൻ മുന്നോട്ട് കൊടുക്കുക. ആ ബൈറ്റിംഗ് പോയിന്റിലേക്ക് കൃത്യമായിട്ട് കാല് വെച്ചിട്ട് ഇത് ആക്സിലേഷൻ മുന്നോട്ട് ചെറുതായിട്ട് കൊടുക്കുക. ആ ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് നമ്മളൊരു പ്രത്യേക ബാലൻസ് ചെയ്യണം. നിങ്ങളെ ജസ്റ്റ് കാണിക്കാം. ഇതിവിടെ എനിക്കത് ബാലൻസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം ഈ ഒരു സൈഡിലൊരു ഓട്ടോ വരുന്നുണ്ട്. ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് ബൈറ്റിംഗ് പോയിന്റ് നിൽപ്പുണ്ട്. ഇനി ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് കാലയച്ചിട്ട് ആക്സിലേഷൻ കൊടുത്ത വണ്ടി മെല്ലെ മുന്നോട്ട് മൂവ് ആകും. ഇനി വാഹനത്തെ നിർത്തണമെന്നുണ്ടെങ്കിൽ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിൻ്റെ ആ പോയിന്റിൽ നിന്ന് താഴോട്ട് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ ഇങ്ങനെ നിർത്താം. വീണ്ടും നമുക്ക് വാഹനത്തെ മുന്നോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ബ്രേക്ക് കാല് ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിലേക്ക് ഞാനിതേ വരുന്നു. പെട്ടെന്ന് ബ്രേക്ക് പെടലിൽ നിന്ന് കാലെടുത്ത് ആക്സിലേഷൻ കൊടുത്ത് വാഹനത്തെ മുന്നോട്ട് നീക്കുകയാണ്. ഒപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ആ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് പതുക്കെ കാലയ്ക്കാണ്, ക്ലച്ച് എന്ന് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ ഒരു ഏറ്റവും പതിയെ തന്നെ നമുക്ക് ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു ഡൗട്ടാണ്, അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നത്? ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ എഞ്ചിനും ഗിയർ ബോക്സും ഓൾറെഡി കണക്ട് ചെയ്ത് കിടക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് താൽക്കാലികമായിട്ട് എഞ്ചിനിൽ നിന്ന് വരുന്ന പവറും ടോർക്കും ഒന്ന് കട്ട് ചെയ്തിട്ട് ഗിയർ ഇട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഗിയർ ഷിഫ്റ്റിംഗ് നമുക്ക് സ്മൂത്ത് ആകത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ടൊന്ന് കട്ട് ഓഫ് ചെയ്യാനായിട്ട് ക്ലച്ച് ഒന്ന് ചവിട്ടുന്നു, ഗിയർ ഇടുന്നു. പെട്ടെന്ന് തന്നെ ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ ആ ഒരു ഗിയറിലേക്ക് വിടുകയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് നമുക്ക് ചെയ്യാനും കഴിയുന്നതാണ്. ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു വാഹനത്തെ പതുക്കെ നീക്കേണ്ട സാഹചര്യം വരുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഗിയറിൽ മാത്രം അത് ചെയ്യുക. ഒരു കാരണവശാലും സെക്കൻഡ് ഗിയറോ തേർഡ് ഗിയറോ കൊടുക്കരുത്. കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ ഉപയോഗിച്ച് എടുക്കുക. ഫസ്റ്റ് ഗിയർ ഉപയോഗിച്ചെടുത്താലുള്ള ഗുണം, കാരണം ഏറ്റവും പവർ കൂടിയ ഒരു ലോവർ ഗിയർ ആയതുകൊണ്ട് തന്നെ വാഹനം നമുക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. അതൊരു കയറ്റത്താണെങ്കിലും നിരപ്പത്താണെങ്കിലും എപ്പോഴാണ് വാഹനം നിങ്ങൾ പതുക്കെ എടുക്കുന്നതെങ്കിലും അത് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്ലച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് വാഹനം മൂവ് ആയി കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ഫ്ലോറിലേക്ക് തന്നെ കാലിങ്ങനെ വെക്കുക. പിന്നെ നമ്മൾ ആക്സിലേഷൻ കൊടുത്ത് വാഹനത്തെ മൂവ് ആക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ചില സാഹചര്യങ്ങളിലൊക്കെ വണ്ടി നിർത്തേണ്ടി വരും എന്നുള്ളൊരു ചിന്ത തോന്നിക്കഴിഞ്ഞാൽ ക്ലച്ചെ കാലെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കുക. പെട്ടെന്ന് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വെക്കുക. ആ ഒരു സമയത്ത് മാത്രം നിങ്ങൾ കാലിൻ്റെ ഈ ഒരു എൻഡ് ഈ ഒരു അടിഭാഗത്തായിട്ട് ഇങ്ങനെ റെസ്റ്റിനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പെട്ടെന്ന് ചവിട്ടേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് കാലിങ്ങനെ പൊക്കിയെടുത്ത് ചവിട്ടാൻ കഴിയും. ക്ലച്ച് തപ്പേണ്ട ഒരു ആവശ്യം വരത്തില്ല. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിങ്ങനെ തേർഡിൽ പോവാണ്. നമുക്കിനി ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്കൊന്ന് ജസ്റ്റ് മൂവ് ആക്കാം. മൂവ് ആക്കിയതിന് ശേഷം എനിക്ക് ഫോർത്ത് കൊടുക്കണം. ഞാനിത് ക്ലച്ച് ഔട്ടിയിട്ട് ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. നമ്മൾ നോക്കുക. അതിന് ശേഷം ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് തന്നെ കാലിങ്ങനെ എടുത്ത് മാറ്റുന്നു. വീണ്ടും നമ്മൾ ആക്സിലേഷൻ കൊടുക്കുന്നു. എന്നാൽ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ ഇനി നമുക്കിവിടെ നിർത്തണം. ഇവിടെ വണ്ടി ഒന്ന് നിർത്തിയിട്ട് എടുക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുക. നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടെ വാഹനം ജസ്റ്റ് ഒന്ന് നിർത്താണ്. ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ നിർത്തേണ്ട വന്നു. നിർത്തിയിട്ട് എടുക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ പതുക്കെ എടുക്കുക. അതായത് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തിട്ട് ആക്സിലേഷൻ പെഡലിലേക്ക് വരുന്നു. ഫസ്റ്റ് ആ ഒരു ഹാഫ് ക്ലച്ച് പോയിന്റ് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. പോയിന്റ് മനസ്സിലാക്കി ഇനി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുന്നു. ഒപ്പം ആക്സിലേഷൻ കൊടുത്തിട്ട് വണ്ടി ഇങ്ങനെ മൂവ് ആക്കുന്നു. വണ്ടി മൂവായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു. ഇനി വീണ്ടും നമുക്ക് അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ട് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ക്ലച്ച് ഔട്ടുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. നിങ്ങൾ നമുക്ക് ക്ലച്ചിൽ നിന്ന് കാലയച്ചു. ഇനി വീണ്ടും നമുക്ക് തേർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആക്സിലേഷൻ കൊടുത്ത വണ്ടിക്ക് നമ്മൾ മൂവ് ആക്കുന്നു, ആക്സിലേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. കണ്ടില്ലേ? ഓക്കെ. ഇനി ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ മുന്നമേ ക്ലച്ചിൽ കാലെടുത്ത് വെച്ചേക്കുക. ഇപ്പം ഞാൻ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് ഇവിടെ ഒരു വളവുണ്ട്. അപ്പം ഞാൻ മെല്ലെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ചിലപ്പോൾ ഇവിടെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യണം. അതിന് ഞാൻ ക്ലച്ചിലേക്ക് അഡ്വാൻസ് ആയിട്ട് കാലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. പോയതിന് ശേഷം ഇങ്ങനെ പോകുന്നതിന് പിന്നെ മറ്റൊരു കാര്യം, ചിലപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടിയോ എന്തെങ്കിലും വളവ് തിരിഞ്ഞ് കയറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് വാഹനത്തെ നിർത്തണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നേരത്തെ തന്നെ നമ്മൾ കാലെടുത്ത് ക്ലച്ചിലേക്ക് വെച്ചേക്കുക.
അപ്പം നമുക്ക് എളുപ്പമുണ്ട് വാഹനത്തെ നിർത്താനായിട്ട്. അത് ചിലപ്പോൾ നമുക്കൊരു ട്രാഫിക്കിലൊക്കെ ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ അത് ചെയ്യേണ്ടി വരും. കാരണം ട്രാഫിക്കിൽ ഓടിച്ചു പോകുമ്പോൾ ചിലപ്പോൾ മുന്നിൽ പോകുന്ന ഒരു വാഹനം പെട്ടെന്നായിരിക്കും നിർത്തുന്നത്. അപ്പോൾ ട്രാഫിക്കിൽ പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ക്ലച്ചിലേക്ക് ഒരു കാലെടുത്ത് ഇങ്ങനെ വെച്ചേക്കുക, ചവിട്ടി താക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചേക്കുക. പെട്ടെന്ന് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ നിർത്തണം. അതിനുവേണ്ടി ഇങ്ങനെ കാല് ജസ്റ്റ് ആ ഒരു ടൈമിൽ എടുത്ത് വെക്കുക. നിർത്തേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടിയിട്ട് പെട്ടെന്ന് ഇത്തരത്തിൽ വാഹനത്തെ അങ്ങ് നിർത്താനായിട്ട് ശ്രമിക്കുക. ഒരു ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനറിനെ സംബന്ധിച്ച് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. എനിക്കറിയാവുന്ന രീതിയിൽ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒപ്പം നിങ്ങൾ എൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിലുള്ള ബെൽ ഐക്കണിൽ നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ ഓളം അമർത്തി കൊടുത്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കണിൽ നിങ്ങളൊന്ന് ഓളം അമർത്തി കൊടുക്കുക. ഓക്കെ, വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.